ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന ചിത്രത്തിലൂടെ മലയാളത്തിന്റെ ജനപ്രിയ നായകനെ തിരിച്ചു കിട്ടിയോ? ദിലീപ് ഒരു കാലത്ത് മലയാള സിനിമാ പ്രേക്ഷകരെ കുടുംബസമേതം തിയേറ്ററുകളിൽ എത്തിച്ച ജനപ്രിയ നായകനാണ്. ആ ജനപ്രിയ നായകന്റെ പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തുമ്പോൾ എന്താണ് അവസ്ഥ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തുന്നതിനോടൊപ്പം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രിൻസ് ആൻഡ് ദ ഫാമിലി തികച്ചും ഒരു കുടുംബ ചിത്രമാണ്. ഒരു വർഷത്തിനു ശേഷമാണ് ഒരു ദിലീപ് ചിത്രം പ്രേക്ഷകരിൽ എത്തിയിരിക്കുന്നത്. ലിസ്റ്റർ സ്റ്റീഫൻ നിർമ്മിച്ച ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്കു ശേഷം ഷാരിസ് മുഹമ്മദ് രചന നിർവഹിക്കുന്ന ചിത്രം കൂടിയാണിത്. ഉപചാരപൂർവം ഗുണ്ടാഞ്ചയൻ, നെയ്മർ, ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ബിൻഡോ സ്റ്റീഫന്റെ ആദ്യ സംവിധാന സംരംഭം കൂടിയാണിത്. തിരക്കഥാകൃത്തായ ഷാരിസിനൊപ്പമുള്ള മൂന്നാമത്തെ ചിത്രവും മാജിക് ഫ്രെയിംസിന്റെ 30ാമത്തെ ചിത്രമാണ് ദിലീപിനൊപ്പമുള്ള പ്രിൻസ് ആൻഡ് ദ ഫാമിലി. ചിത്രത്തിൽ ദിലീപിനോടൊപ്പം ധ്യാൻ ശ്രീനിവാസൻ, ജോസ് കുട്ടി ജേക്കബ്, ബിന്ദു പണിക്കർ, സിദ്ദീഖ്, മഞ്ജുപിള്ള, ഉർവശി, ജോണി ആന്റണി, അശ്വിൻ ജോസ്, റോസ്ബത്ത് ജോയ്, പാർവതി രാജൻ, ശങ്കരാടി എന്നീ താരങ്ങളും കൂടാതെ നിരവധി പുതുമുഖങ്ങളും അണിനിരക്കുന്നുണ്ട്. ആദ്യ ദിനം മുതൽ മികച്ച പ്രേക്ഷക പിന്തുണ തന്നെയാണ് പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ ദിനം 1 കോടിക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്തു. രണ്ടാം ദിനവും 1 കോടിക്ക് മുകളിൽ തന്നെ ചിത്രത്തിന്റെ കളക്ഷൻ നിലനിർത്താൻ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞു. ആകെ 15 കോടിക്ക് മുകളിൽ ഈ ചിത്രം തിയേറ്ററുകളിൽ നിന്നും വേൾഡ് വൈഡായി കളക്ട് ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒഫീഷ്യലായുള്ള കണക്ക് വിവരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് സിനിമാ ലോകം. എന്നാൽ ഈ ഒരു ചിത്രം ഹിറ്റാവുന്നതിലൂടെ മലയാളത്തിന് ജനപ്രിയ നായകനെ തിരിച്ചു കിട്ടുമോ? അവസാനമായി ഇറങ്ങിയ രാമലീല എന്ന ചിത്രമാണ് ദിലീപിൻ്റെതായി സൂപ്പർ ഹിറ്റായത്. അതിനുശേഷം ഒരു ഹിറ്റിന് വേണ്ടി ദിലീപും ദിലീപ് ആരാധകരും മലയാള സിനിമാ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. ഒരു കാലത്ത് മലയാള സിനിമയെ അടക്കി ഭരിച്ചിരുന്ന ജനപ്രിയ നായകനായിരുന്നു ദിലീപ്. ദിലീപ് ചിത്രങ്ങൾ തിയേറ്ററുകളിൽ വരുമ്പോൾ കുടുംബസമേതം തിയേറ്ററുകളിലെത്തി ചിത്രം ആഘോഷിക്കുന്ന മലയാള സിനിമാ പ്രേക്ഷകരെ നമുക്ക് കാണാമായിരുന്നു. അതിനുള്ള കാരണം അദ്ദേഹത്തിൽ നിന്നും കിട്ടുന്ന സിനിമ തന്നെയാണ്. കോമഡിക്കും ആക്ഷനും ഒക്കെ പ്രാധാന്യം നൽകിയിട്ടുള്ള പക്ക ഫാമിലി പാക്കറ്റ് ചിത്രമായിരിക്കും ദിലീപിൻ്റെതായിട്ട് തിയേറ്ററുകളിലെത്തുക. അത് കുടുംബ പ്രേക്ഷകർ ആഘോഷിക്കാറുമുണ്ട്. എന്നാൽ ഈ അടുത്തായി അദ്ദേഹത്തിൻ്റെതായി തിയേറ്ററുകളിൽ എത്തുന്ന സിനിമകൾ എത്രത്തോളം വിജയിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ബിഗ് സ്ക്രീനിൽ മിന്നി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ പേരിന് ചില കോട്ടങ്ങൾ സംഭവിക്കുന്നത്. അത് കാരണം മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന മികച്ച കുടുംബ ചിത്രങ്ങൾ ഇല്ലാതായി എന്ന് തന്നെ നമുക്ക് പറയാം. എന്നാൽ ജനപ്രിയ നായകൻ എന്ന ലേബൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു ലേബലിൽ നമുക്ക് ദിലീപിനെ തന്നെയാണ് കാണാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ബാസിൽ ജോസഫിനെ ജനപ്രിയ നായകനായി കണക്കാക്കുന്നുണ്ടെങ്കിലും ദിലീപ് തിരിച്ചു വന്നാൽ അത് ദിലീപിന്റെ കയ്യിൽ ഭദ്രമായിരിക്കും. മലയാള സിനിമാ പ്രേക്ഷകരും ദിലീപ് ആരാധകരും കാത്തിരിക്കുകയാണ് ദിലീപിന്റെ തിരിച്ചുവരവിനായി. രാമലീല എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം മികച്ചൊരു ചിത്രം ദിലീപിൻ്റെതായി വന്നിട്ടില്ല. ഇറങ്ങിയ ചിത്രങ്ങളെല്ലാം ബോക്സ് ഓഫീസിൽ നിലം തൊട്ടിട്ടുമില്ല. ദിലീപിന്റെ വൻ തിരിച്ചുവരവ് മലയാള സിനിമാ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൽ നിന്നും മികച്ച സിനിമകൾ നമുക്ക് ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് സത്യം. അതിന് അദ്ദേഹം തന്നെയാണ് കാരണം. അദ്ദേഹം ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് പഴയ ഹിറ്റ് സിനിമകളിലെ പല രംഗങ്ങൾ തന്നെയാണ്. ആവർത്തിച്ചു വരുന്ന അദ്ദേഹത്തിന്റെ പഴയകാല സീനുകളും കോമഡികളും ഒക്കെ വീണ്ടും പുതിയ ചിത്രങ്ങളിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ അത് മലയാള സിനിമാ പ്രേക്ഷകർക്ക് പിടിക്കുന്നില്ല എന്നത് തന്നെയാണ് സത്യം. പഴയതുപോലെ അദ്ദേഹത്തിന് കോമഡി വഴങ്ങുന്നില്ല എന്നത് മറ്റൊരു സത്യമാണ്. പല രംഗങ്ങളിലും അദ്ദേഹം മാക്സിമം പരിശ്രമിക്കുന്നുണ്ടെങ്കിലും പഴയ ഫീലിംഗ് ഒന്നും നമുക്ക് ലഭിക്കുന്നുമില്ല. ആ ഒരു രംഗങ്ങളൊക്കെ മാറ്റിവെച്ചാൽ ഒരു പക്ഷേ മികച്ച ചിത്രങ്ങൾ ദിലീപിന് ലഭിച്ചേക്കാം. അതിനുള്ള ഉദാഹരണം തന്നെയാണ് രാമലീല പോലുള്ള ചിത്രങ്ങൾ. എല്ലാ നടന്മാരും മലയാള സിനിമയും മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദിലീപ് ചിത്രങ്ങളും ദിലീപ് എന്ന നായകനും ഇപ്പോഴും പഴയ കാല പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. കോമഡി വേണം,
അതിന് പഴയ എത്രയോ സിനിമകളിൽ കണ്ട പല സീനുകളും പല ഡയലോഗുകളും വീണ്ടും ആവർത്തിച്ചു വരുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർക്ക് മടുക്കും. അതുതന്നെയാണ് ജനപ്രിയ നായകന്റെ തിരിച്ചുവരവിന് വിലങ്ങുതടിയാകുന്നതും. ഈ അടുത്തിറങ്ങിയ ദിലീപിന്റെ പല ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അദ്ദേഹം മുൻകാലങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരുപാട് കോമഡി രംഗങ്ങളുണ്ട്. ആ കോമഡി രംഗങ്ങളും ആക്ഷനുകളും ഒക്കെ വീണ്ടും അതേപടി റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ് പുതിയ ദിലീപ് ചിത്രങ്ങളിലൂടെ. എന്നാൽ പഴയതുപോലെ അദ്ദേഹത്തിന് കോമഡി ചെയ്യാൻ വഴങ്ങുന്നില്ല എന്നത് തന്നെയാണ് സത്യം. അത് നമുക്ക് മനസ്സിലാകുന്നുമുണ്ട്. ഇപ്പോഴുള്ള സിനിമകളിൽ അദ്ദേഹത്തിന്റെ കോമഡി രംഗങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും അദ്ദേഹത്തിന് ആദ്യത്തെ പോലെ അത് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നില്ല എന്നത്. പണ്ടൊക്കെ ദിലീപ് ഒന്ന് വീണാൽ പോലും കുടുകുടാച്ചിരിക്കുന്ന മലയാള പ്രേക്ഷകരായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു ചിരി വേറൊരു അർത്ഥത്തിലാണ്. എത്രയോ സിനിമകളിൽ കണ്ടുമടുത്ത രംഗങ്ങൾ വീണ്ടും വീണ്ടും ക്രിയേറ്റ് ചെയ്ത് പുതിയ സിനിമകളിലേക്ക് വരുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർക്ക് മടുക്കും എന്നത് ഉറപ്പാണ്. ഇപ്പോൾ മലയാള സിനിമ പല വിധത്തിൽ മാറ്റപ്പെടുകയാണ്. മലയാള സിനിമ ഇന്ന് ഇന്ത്യൻ സിനിമയുടെ മുന്നിൽ തന്നെ മികച്ചു നിൽക്കുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ മാറിയ മലയാള സിനിമയിലേക്ക് മാറിയ ദിലീപിനെയാണ് ആവശ്യം. എന്നാൽ ജനപ്രിയ നായകന്റെ തിരിച്ചുവരവ് എളുപ്പമാകും. ദിലീപ് മാത്രം കരുതിയാൽ അത് സംഭവിക്കുകയുമില്ല. അദ്ദേഹത്തെ സമീപിക്കുന്ന സംവിധായകരും തിരക്കഥാകൃത്തും അതുപോലുള്ള കഥകളുമായി സമീപിക്കണമെന്നാണ് മലയാള സിനിമാ പ്രേക്ഷകൻ എന്ന് എനിക്ക് പറയാനുള്ളത്. ദിലീപിന്റെ തിരിച്ചുവരവിനായി ഞാനും കാത്തിരിക്കുകയാണ്. മികച്ച സിനിമകളും മികച്ച കോമഡി ചിത്രങ്ങളുമായി ദിലീപിന്റെ ചിത്രങ്ങൾ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കണം. രാമലീല എന്ന ചിത്രത്തിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ചിത്രം പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന ചിത്രം തന്നെയാണ്. കുടുംബ പ്രേക്ഷകർക്ക് ധൈര്യമായി ടിക്കറ്റ് എടുത്ത് കാണാവുന്ന ചിത്രം തന്നെയാണ് പ്രിൻസ് ആൻഡ് ദ ഫാമിലി.